ഗൈസ് ആ കാണുന്നതാണ് കേട്ടോ തവളമല. തവളമല. ഓ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കൾച്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന ആ ഒരു ലോഡ്ജിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ പോകുക. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് സ്വാഭാവികമായിട്ടും വിചാരിച്ച് പോകും മസനഗുഡി വഴി ഊട്ടിയിലേക്കാണോ? അല്ല, ഒരിക്കലല്ല. മസനഗുഡി വഴി ഊട്ടി വെറും ചട്ടിയാണ്. അതിന് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ള ഒരു റൂട്ടുണ്ട്. ആ ഒരു റൂട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു തവണ ബൈക്കിൽ ഞാൻ ആ ഒരു റൂട്ട് വന്നിട്ടുള്ളതാണ്. അടിപൊളി കാഴ്ചകളായിരുന്നു. അതെനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളുണ്ട്. റൂമൊന്ന് വെക്കേറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി മനോഹരമായിട്ട് ആ ഒരു നീലഗിരി മലനിരകളുടെ ആ ഒരു ഭംഗി കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര നമുക്ക് ഇവിടെ കൊണ്ട് തുടങ്ങിയേക്കാം. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, കാഴ്ച ആ കോടയൊക്കെ പോകുന്ന പോക്കണ്ട. നമ്മൾ ആ ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ പോകാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ അങ്ങോട്ട് കാണാം, പറയാം, അറിയാം. അപ്പോൾ പിന്നെ നേരെ നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യാം. കണ്ടാ എടുക്കാൻ പോവാം. ആളുടെ ഇന്നലെ ആളുടെ മോന് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട്. യൂട്യൂബറാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പക്കാ മലയാളിയാണ് കേട്ടോ. പക്കാ മലയാളി. ഒരു മലയാളി തമിഴ് ഫാമിലിയാണ് ഇവരുടെ കേട്ടോ. അതായത് അവൻ്റെ ഉമ്മ വന്നിട്ട്, ആളുടെ വൈഫ് വന്നിട്ട് മലയാളി, ആള് തമിഴ്നാടാണ് കേട്ടോ. ഇങ്ങനത്തെ ഉങ്ങളുടെ ലൊക്കേഷൻ അപ്പൊ പോയിട്ട് വരാം. ശരി. എനിക്ക് കഴിക്കാൻ ചിപ്സും കാര്യങ്ങളും തന്നു. ഭയങ്കര ഒരു ആതിഥ്യ മര്യാദയുള്ള ഒരു ടീമാണ് കേട്ടോ. ഒരിക്കലും ഒരു ബിസിനസ് എന്നുള്ള ഒരു ലെവലായിട്ട് നമ്മളെ കണ്ടിട്ടില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് സൗകര്യത്തിന് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ പ്രത്യേകിച്ച് മലയാളീസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഒരു വേറൊരു ലെവൽ ആതിഥ്യ മര്യാദ ഞാനിവിടെ കണ്ടു ഗൂഡല്ലൂര്. അപ്പോൾ നമ്മൾ നേരെ സമയം കളയാനില്ല, വെച്ച് പിടിക്കാൻ പോവാണ് നേരെ ഊട്ടിക്ക്. അപ്പോൾ ഇതാണ് ഗൂഡല്ലൂര് ടൗൺ വരുന്നത്. ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു നമുക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകളാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു മലനിരകളൊക്കെ കാണുന്നുണ്ടോ? നീലഗിരി മലനിരകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഗൂഡല്ലൂരിൽ നിന്നും ബസ് കയറാനായിട്ട് ഇങ്ങനെ പോയിക്കിട്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ബസ്സെല്ലാം കിട്ടിയിട്ടുണ്ട്. സീറ്റ് അവിടെ ഞാനൊരു ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കണ്ടക്ടർ സീറ്റാണെന്നാണ് പറയുന്നത്. കണ്ടക്ടർ ഇതുമായിട്ട് വന്നിട്ടില്ല. ഇവിടെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. വണ്ടി എന്തായാലും എടുക്കാൻ പോവാണ്. കണ്ടക്ടർ വന്നിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ. ഇത് ലേഡീസ് സീറ്റാണ് കേട്ടോ, ഇത് കണ്ടക്ടർ സീറ്റും. രണ്ടും സീനാണ്. ഈ രണ്ട് സീറ്റിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും കണ്ടക്ടർ വന്നിട്ട് ബസ് എടുക്കുന്നവരേക്കും നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, അങ്ങനെ നമുക്ക് ആ ഒരു ബസ്സിൽ നിന്ന് നമ്മൾ ഇറക്കി വിട്ടു കേട്ടോ. എവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ലേഡീസ് എഴുതിയ സീറ്റുകളിലൊക്കെ ലോങ് പോകുന്ന ബസ്സുകളിൽ നമ്മൾ കയറി ഇരുന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കണ്ടക്ടർ വന്നു കഴിഞ്ഞാൽ ബസ് എടുക്കാൻ നേരത്ത് പിന്നാടി പോയി നിൽക്കാൻ പറയും. വേറൊരു വഴി ഉണ്ടാവില്ല, ബാക്കി എല്ലാ സീറ്റും ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പൂർക്ക് പോകണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊട്ടിയിൽ വേണമെങ്കിൽ ഇറങ്ങാം, അല്ലാതെ നമുക്ക് നേരെ സ്ട്രൈറ്റ് കോയമ്പത്തൂർ പോയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. ഞാനിവിടെ വന്നപ്പോൾ ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ, ഈ ഒരു സീറ്റ് ഇതാ ഇവനിരുന്നേന്നാണ്. ഇവനിരുന്നേന്ന സീറ്റാണിത്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ നൈസായിട്ട് എന്താ പറയുക, എന്നെ ഇവിടെ സീറ്റൊക്കെ തന്ന് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ജോളിയായിട്ട് ജിങ്കാലയിലായിട്ട് പോവാം, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറിയിരിക്കാം, വിഷയമില്ലാത്ത കേസാണ്, നൈസായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരത്തായി പറഞ്ഞപ്പോൾ അവൻ ഫുൾ സപ്പോർട്ട്. അവനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇവിടുന്ന് ബസ് ഒന്ന് എടുക്കട്ടെ, ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പം നേരെ വെച്ച് പെടച്ചേക്കാം മോനെ ഊട്ടിക്ക്. ജസ്റ്റ് മിസ്സിനാണ് നമുക്ക് ആന മിസ്സായത്.
ഞാൻ ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നൈസായിട്ട്. ആ ഒരു സമയത്ത് കറക്റ്റ് സ്പോട്ടിൽ ആനക്കൂട്ടം തന്നെ ഒരു മൂന്ന് ആന ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഈ ഒരു റൂട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ആനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടുമെന്ന് പറയാൻ പറ്റൂല. കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം ആ ഒരു ഹിൽസൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്, തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റിനകത്ത് കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ചായത്തോട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കിയാൽ അടിപൊളിയല്ലേ, സൂപ്പർ റൂട്ടാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, എല്ലാവരും മസനോടി വഴി ഊട്ടി, ഗുഡല്ലൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ മസനോടി വഴി ഊട്ടി. ഈ ഒരു റൂട്ടിൻ്റെ മനോഹാരിത എന്താണെന്ന് ഞാൻ ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതിന് മുന്നേ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അടിപൊളി കാഴ്ചകളാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നിർത്തിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഈ ഒരു ഊസിമല എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ബസ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഡയറക്റ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തല്ലേ, നമുക്ക് എന്തായാലും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മനോഹരമായ പച്ചപ്പരവതാനി വിരിച്ച തട്ടുതട്ടായി നട്ട ചായത്തോട്ടങ്ങൾക്കിടയിലൂടെ ബസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇളം തണുപ്പൊക്കെ ഇങ്ങനെ അടിക്കുന്ന നേരത്ത് നമ്മളോട് തന്നെ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്യൂൻ ഓഫ് ഹിൽസ് ഊട്ടി, നീ എത്ര മനോഹരി. ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ ഈ ഇതാണ്ട് കാണുന്ന ആ ഒരു സ്പോട്ട് കണ്ട, അത് ബ്രിട്ടീഷുകാരുടെ പണ്ടത്തെ ഒരു ജയിലായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാർ ഒരുപാട് കൊല്ലാകൊല ചെയ്തിട്ടുള്ള ഒരു ജയിലാണ്. പണ്ട് ഇവിടെ അലൗഡ് ആയിരുന്നു ടൂറിസ്റ്റുകൾക്ക്, പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞ് അറിവ് കേട്ടത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഡെസ്റ്റിനേഷൻ കേട്ടോ, നടുവട്ടം വഴി ഊട്ടിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ട് എത്ര മനോഹരമായിരുന്നത് നമ്മൾ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഇനി വരുന്നതാണ് നടുവട്ടം ടൗൺ വരുന്നത്, കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടൗണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ പെട്രോൾ അടിച്ചിട്ട് വരിക, പിന്നെ ഗൂഡല്ലൂർ എത്താതെ വേറൊരു വഴി ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു കേസിൽ ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഈ ഒരു റൂട്ട് 2 ബൈക്കിൽ 4 പേരായിട്ട് സഞ്ചരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഊട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത പമ്പ് നോക്കിയിട്ട് അവസാനം ഈ ഒരു റൂട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അറിയാതെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അവസാനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഡല്ലൂർ വരെ വണ്ടി ഓഫ് ചെയ്തിട്ട് ന്യൂട്രലിട്ടിട്ടൊക്കെ എത്തിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. അതുകൊണ്ട് പെട്രോൾ മുഖ്യം ബിഗിലെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോളുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പച്ചക്കറികൾ തട്ടായി നട്ട കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോകുന്നത്.
ഇപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുന്ന നേരത്ത് ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മലനിരകൾക്കിടയിലുള്ള ഈ ഒരു കൃഷിത്തോട്ടങ്ങൾക്കിടയിലുള്ള ഒരു അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പഴയ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫ്രഷ് പച്ചക്കറിയാണല്ലോ, ഒരു രക്ഷ ഉണ്ടാവില്ല. വേറെ ഒന്നുമല്ല, ഒരു നൊസ്റ്റാൾജിയ അയവർക്ക്. അങ്ങനെ ഗായ്സ് നമ്മൾ ഊട്ടിയിലേക്ക് എത്താറായിട്ടുണ്ട്. ആ ഒരു ഊട്ടിയുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു ക്ലൈമറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്, ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എല്ലാവരും സെറ്റർ കാര്യങ്ങളൊക്കെ ഇട്ടൊരു സെറ്റായപ്പോൾ എൻ്റെ ബാഗ് അവിടെ ലോക്കായതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഏറെ നേരത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഊട്ടി പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അടിപൊളിയാണ് കേട്ടോ, നല്ല സീസൺ ടൈമാണല്ലോ ഊട്ടിയിൽ. ഊട്ടിയൊക്കെ ഫുൾ ഓണാണ്, നല്ല തണുപ്പും. ഇങ്ങനെ ഉണ്ടായിരുന്നു യാത്ര, അടിപൊളിയല്ലേ, ഒരു രക്ഷയുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ. അവരെ പരിചയപ്പെട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഗൈസ്. ഇവരാണ് ആൾക്കാർ. ഇവർ വേലൂർ വരെ കബഡി കളിക്കാൻ പോവാണ്. നിങ്ങളെ സ്ഥലം, കാര്യങ്ങൾ, നിങ്ങൾ എങ്ങോട്ട് പോകണോ, എന്തിനു പോകുന്നു, ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തേക്ക് കേട്ടോ. ഓരോരുത്തർ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എന്തിനാണ് പോണത്. കാർത്തിക്, ഉങ്ക പ്ലേസ് ദേവാല. ഓഹോ, ഗൂഡല്ലൂർ. പറഞ്ഞോടാ, ഇവൻ മലയാളിയാണ് കേട്ടോ. നമ്മളിതാ കബഡി കളിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേറ്റ് പ്ലെയർ ആണ്. നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് ഇവിടെ സ്റ്റേറ്റ് കളിക്കാൻ വേണ്ടി പോവുകയാണ്. ഓ, വേലൂര് കബഡി, അതായത് മേട്ടുപ്പാളയം വരെ. മേട്ടുപ്പാളയം അല്ലേ? ട്രെയിനിൽ പോകും. ട്രെയിനിൽ പോകണം. ഇതുവരെ ഊട്ടി വരെ ബസ്സിൽ. ഓ, ഊട്ടി വരെ ബസ്, പിന്നെ മേട്ടുപ്പാളയത്തിന് ട്രെയിനിൽ പോകണം അല്ലേ. അപ്പൊ എന്റെ പേര് സിയാദ്. കബഡിക്കാരാണല്ലേ? ആരെങ്ങളെ കൂട്ടത്തിലെ ഗില്ലി ആരാ? എല്ലാരും ഒരേപോലെ തന്നെയാണ് അല്ലേ? ക്യാപ്റ്റൻ ആ, പിള്ളേരെല്ലാരും കുറച്ച് എന്താ പറയാ, കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തിയപ്പോൾ ഓരോരുത്തർ ഓരോ വഴിക്കായി. 10 മിനിറ്റ് കൊണ്ട് ആ ബസ് എടുക്കും. ഇവർക്ക് ആ ബസ്സിൽ തന്നെ പോകണം. ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങാൻ പോവാണ്. അവരും കൂടി വരട്ടെ. നിന്റെ ക്യാപ്റ്റൻ ഇവനാണ് എന്താ ഈ ഒരു കബഡി ടീമിന്റെ ക്യാപ്റ്റൻ, ഗില്ലി. കൂട്ടത്തിലുള്ള ഗില്ലി, എല്ലാരും ഗില്ലീസാണ്, എന്നാൽ ഇവനാണ് ആ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്നാണ് പറയുന്നത്. എടാ, നിന്റെ പേരെന്താ? ഹരി. ഇവന് മലയാള കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ പോയിട്ട് വാ, ഓൾ ദി ബെസ്റ്റ്. വിജയിച്ചു വരൂ, വിജയ് ബന്ധു സുഖിനോ. ഇവർക്ക് എല്ലാവർക്കും, ചില ആളുകൾക്ക് ക്യാമറക്ക് മുന്നിൽ വരാൻ ചെറിയൊരു മടി. എടാ, ഉങ്ക പേരെന്നാ சொல்லிடா, எதுக்கு இந்த மாதிரி எல்லாம்? என் பேர் சஞ்சய். സഞ്ജയ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ബൈ ബൈ. അപ്പോൾ ശരി, ഓക്കെ, കാണാം. ഓക്കെ, ടാറ്റാ. അപ്പോൾ ഗൈസ്, അവരോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി എന്തായാലും നൈസായിട്ട് ലൈറ്റായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്കെച്ച് പോകുന്നതൊക്കെ ടൈം ആച്ച് നേരെ ഊർക്കതാ കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത്. ഒന്നില്ലെങ്കിൽ മേട്ടുപ്പാളയത്തേക്ക്, അല്ലെങ്കിൽ കോയമ്പത്തൂർക്ക് കയറിയിട്ട് അവിടെ നിന്ന് നേരെ ട്രെയിനിൽ വെച്ച് പിടിക്കാനാണ് പരിപാടി. എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയാൻ പോവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.